പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് ദൈവകൽപ്പനകളുടെ സൂക്ഷിപ്പുകാരനായിരിക്കുവാനും ദൈവത്തിൻ്റെ മുഖം തൻ്റെ ജനങ്ങൾക്കിടയിൽ പങ്കുവെച്ചു കൊടുക്കുന്നതിനു വേണ്ടിയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ദൈവത്തിൻ്റെ വാക്കുകളുടെ സൂക്ഷിപ്പുകാരനായി മാറണം. മാത്രമല്ല, അവനെ ദർശിക്കുന്ന ഒരാൾക്ക് അവരുടെ മധ്യേ ദൈവം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഹൃദയത്തിനകത്തുണ്ടാവുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മധ്യേ തിരഞ്ഞെടുത്തു വച്ചിരിക്കുന്നത്. 1 സാമുവേൽ 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രയേലിനൊരു രാജാവിനെ നൽകുന്നത് തിരുവചനം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ജനം മുഴുവൻ സാമുവേൽ എന്ന പ്രവാചകന്റെ അരികിൽ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ചുറ്റുമുള്ള ജനപദങ്ങളെ നോക്ക്, അവർക്കെല്ലാവർക്കും നയിക്കുവാൻ ഒരു രാജാവുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു രാജാവില്ല. ആ ജനം മറന്നുപോയിരുന്നു. അവരെ നയിച്ചു കൊണ്ടുവന്നതും തേനും പാലും ഒഴുകുന്ന മണ്ണിൽ ചവിട്ടി നിൽക്കാൻ പ്രാപ്തരാക്കി മാറ്റിയതും യഹോവയായ ദൈവമാണെന്ന് അവർ മറന്നുപോയി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. സാമുവേൽ അതീവ ദുഃഖിതനായി. സാമുവേൽ ദൈവത്തിൻ്റെ അരികിൽ പോയി കൂടിയാലോചന നടത്തി. ദൈവം പറഞ്ഞു, എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? ഞാൻ അവർക്കൊരു രാജാവിനെ കൊടുക്കാൻ പോവുകയാണ്. വിസ്മയത്തോടെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന സാമുവേലിനോട് ദൈവം പറഞ്ഞു, നീ സാവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവനെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. ഒരു ദിവസം തൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുവാൻ വേണ്ടി സാവൂൾ എന്ന ചെറുപ്പക്കാരൻ മലമുകളിൽ താമസിക്കുന്ന സാമുവേലിൻ്റെ അരികിലേക്ക് കയറി ചെല്ലുകയാണ്. കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെയാണ് ഇസ്രയേലിനെ നയിക്കുവാനുള്ള രാജാവായി ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. നേരം പുലരുവോളം സാമുവേൽ പ്രവാചകന്റെ കൂടെ താമസിച്ചു. സാമുവേൽ പ്രവാചകൻ നേരം പുലർന്നപ്പോൾ അവനെയും കൂട്ടി മലമുകളിൽ പോയി അഭിഷേക തൈലം ഒഴിച്ച് അവനെ രാജാവായി അഭിഷിക്തനാക്കി. തിരുവചനം പറയുന്നു, സാവൂളിനോളം സൗന്ദര്യമുണ്ടായിരുന്ന, ഉയരമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനും ആ കരയിൽ ജീവിച്ചിരുന്നില്ല. അക്കാലങ്ങളിൽ ഇസ്രയേലിലെ ഏറ്റവും കരുത്തനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു സാവൂൾ. ദൈവം അവനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം കൂടി നൽകി. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ ഒരുങ്ങിയാൽ ആ അനുഗ്രഹത്തോടൊപ്പം ദൈവം ഒരാൾക്ക് ദാനമായി കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപ, ദൈവം ഒരു പുതിയ ഹൃദയം ദാനമായിട്ട് നൽകും. നീ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതനുഗ്രഹം വാങ്ങിച്ചോളൂ, ദൈവം നിനക്ക് നൽകുന്ന അതിൻ്റെ കൂടെ വെച്ച് നൽകുന്നൊരു അനുഗ്രഹമാണ് പുതിയ ഹൃദയം. ആ അനുഗ്രഹത്തെ മനസ്സിലാക്കുവാനും ആ അനുഗ്രഹത്തിന് വേണ്ടി ജീവിക്കുവാനും ആ അനുഗ്രഹം ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയുവാനും പറ്റുന്നൊരു ഹൃദയം. ആ അനുഗ്രഹത്തിന് പലരും അവകാശികളാണെന്നും അവരിലേക്ക് ആ അനുഗ്രഹം ഒഴുകിയെത്തേണ്ടതുണ്ടെന്നും നിന്റെ ഹൃദയത്തെ പഠിപ്പിക്കുന്ന പുതിയ ഒരു ഹൃദയം. ആ ഹൃദയം ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പലരും അനുഗ്രഹീതരായി ലോകത്ത് ജീവിക്കുന്നത്. മദർ തെരേസയുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കൂ. ദൈവം തിരഞ്ഞെടുത്തു, അനുഗ്രഹിച്ചു, അവർക്കൊരു പുതിയ ഹൃദയം കൂടെ കൊടുത്തു. അതുകൊണ്ടാണ് തെരുവിൽ അലഞ്ഞു തിരിയുന്ന കുഞ്ഞുങ്ങളെയും ചോരയൊലിപ്പിച്ച് കിടക്കുന്നവരെയും വ്രണം പുഴുവരിച്ച് കിടക്കുന്നവരുടെയും മുഖത്ത് നോക്കിയിട്ട് അതെൻ്റെ ക്രിസ്തുവാണെന്ന് പറയാൻ മദർ തെരേസയ്ക്ക് സാധിച്ചത്. ചേർത്ത് പിടിച്ചു. കുഷ്ഠരോഗിയെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു പിടിച്ചിട്ട് ഇതെൻ്റെ ദൈവമാണെന്ന് പറയാൻ ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന വിശുദ്ധന് തോന്നിപ്പിച്ച ആ വലിയ മനസ്സെന്താ? ദൈവം കൊടുത്ത പുതിയ ഹൃദയമാണ്. അനുഗ്രഹം അവകാശമാക്കി വെക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് കൊടുക്കുവാൻ പോകുന്ന വലിയ അനുഗ്രഹം ഒരു പുതിയ ഹൃദയം ദൈവം കൊടുക്കും. പക്ഷേ കർത്താവ് കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തെ അഹങ്കാരത്തിൻ്റെ അടയാളമാക്കി മാറ്റുകയോ അവഹേളനയുടെ കാരണമാക്കി മാറ്റുകയോ ചെയ്താൽ ദൈവം ആദ്യം എടുത്തു മാറ്റുന്ന എന്താണെന്നറിയാമോ? ആ ആത്മാവിനെ
മനസ്സിനെ, ഹൃദയത്തെ ദൈവം എടുത്ത് മാറ്റിക്കളയും. തിരുവചനം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞ് അഹങ്കാരിയായി തീരുന്നൊരു സാവൂള് പിന്നീട് രൂപപ്പെടുന്നുണ്ട്. ആ സാവൂളിന്റെ കയ്യിൽ നിന്ന് ദൈവം തന്റെ ആത്മാവിനെ അകറ്റിക്കളഞ്ഞു. പുതിയ മനസ്സ് ദൈവം എടുത്ത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അവൻ ഭ്രാന്തനായിട്ട് മാറുകയാണ്, ചിത്തഭ്രമമുള്ളവനായിട്ട് മാറുകയാണ്. അവനെ കിന്നരം വായിച്ചവന്റെ മനസ്സിനെ തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ദാവീദിനെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ സൂക്ഷിപ്പുകാരനല്ലാതെ ഒരുവൻ മാറിയാൽ അവന് ദൈവം നൽകിയിരിക്കുന്ന ഈ പുതിയ മനസ്സെടുത്തു മാറ്റുകയും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തിരസ്കൃതനാവുകയും ചെയ്യും. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ദിവസം സാമുവേൽ വരാൻ താമസിച്ചു. ഫിലിസ്ത്യർ ചുറ്റും പാളയമടിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ്. ജനം മുഴുവൻ ആകുലരായി മാറി. സാവൂൾ എന്ന രാജാവിൻ്റെ അരികിൽ വന്നിട്ട് പരാതി പറയാൻ തുടങ്ങി. സാമുവേൽ പറഞ്ഞു, നീ ഇത്തിരി നേരം കാത്തിരിക്കണം. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ക്ഷമ കെട്ടു. സാവൂൾ ദേവാലയത്തിൽ കയറി പുരോഹിതൻ മാത്രം അർപ്പിക്കേണ്ട ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ച് ഇറങ്ങി വരുമ്പോൾ സാമുവേൽ കയറി വന്ന് ചോദിച്ചു, എന്താണ് നീ ചെയ്തത്? അങ്ങയെ കാണാതെ വന്നപ്പോൾ ഞാൻ ബലിയർപ്പിച്ചു. പുരോഹിതൻ മാത്രം അർപ്പിക്കേണ്ട ബലി ജനം തന്നെ വിട്ടുപോകുമോ എന്ന് വിചാരിച്ച് സാവൂൾ എന്ന രാജാവ് ചെയ്തപ്പോൾ തിരുവചനം പറയുന്നു, സാവൂളെ, നിന്റെ കയ്യിൽ നിന്ന് രാജത്വം ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. ഒരൊറ്റ വാക്കാണ്. അനുഗ്രഹം ലഭിച്ചവൻ വചനത്തിന്റെ സൂക്ഷിപ്പുകാരനായില്ല എങ്കിൽ ഒരു നിമിഷം കൊണ്ട് ദൈവം അവന്റെ ജീവിതത്തിൽ നിന്ന് ആ അനുഗ്രഹത്തെ എടുത്തു മാറ്റും. കർത്താവിന് കോംപ്രമൈസ് ഇല്ല. അനുദപിക്കാൻ നിന്റെ ദൈവം മനുഷ്യനല്ല എന്ന തിരുവചനത്തിൽ പറയുന്നു. അതേ വാക്യത്തിൽ തന്നെ പറയുന്നു, അനുദപിക്കാൻ നിന്റെ ദൈവം മനുഷ്യനല്ല. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് എന്നെ വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമയാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങയുടെ ഹൃദയത്തിനൊത്ത് ജീവിക്കാൻ എനിക്ക് നൽകിയ പുതിയ ഹൃദയത്തെ കൂടുതൽ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ സൂക്ഷിപ്പുകാരായി തീരാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യരുതേ. ആമേൻ.